നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. എന്നോടൊപ്പം ഇരിക്കുന്നത് ഡോക്ടർ CV മാത്യു. ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഏറെ സുപരിചിതനാണ്. പട്ടം കോളനി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. 1992 മുതൽ തൂക്കുപാലത്ത് സ്വകാര്യ ഹോസ്പിറ്റൽ അർപ്പണ എന്ന പേരിലുള്ള ഹോസ്പിറ്റൽ ഡയറക്ടറാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിൽ സംസ്ഥാനത്തുടനീളമുള്ള ഒരുപാട് ആളുകൾക്കറിയാവുന്നതാണ്. കാരണം വിഷചികിത്സകൾ ധാരാളം ആളുകൾ വിഷം കുടിച്ച് ഇവിടെ എത്തുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും ഓരോ മാസങ്ങളിലും ഇങ്ങോട്ടേക്ക് വിളിച്ചു ചോദിച്ച് ഡോക്ടറെ എടുക്കുക വരാറുണ്ട്. ധാരാളം ആളുകളെ രക്ഷപ്പെടുത്തിയ ഡോക്ടറാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡോക്ടറുമായിട്ട് നമുക്ക് ചോദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഡോക്ടറുമായിട്ട് ഒരു അഭിമുഖത്തിന് തയ്യാറായത്. അതായത് ഇപ്പോൾ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നത് ധാരാളം പേരാണ്. നമുക്ക് ഓരോ ദിവസവും വാർത്തകളിൽ കൂടി കാണുവാൻ സാധിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്ടർ ഇവിടെ വിഷചികിത്സ പാമ്പുകടിയേറ്റ് ധാരാളം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡോക്ടർക്ക് കുറേ കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്കത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാം. ഡോക്ടറെ, ഇപ്പോൾ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നവർ ധാരാളമാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഉഷ്ണതരംഗങ്ങളാണെന്നാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പാമ്പുകടിയേറ്റ് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്നു. അത് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് കൂടുതലുണ്ടാവാനുള്ള കാരണങ്ങൾ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോഴത്തെ ഈ ഉഷ്ണതരംഗവും അതോടൊപ്പം എണ്ണ ചേരുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവ വ്യത്യാസമാണ് ഇപ്പോൾ കടിയിൽ കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണം. എന്നാൽ ഉദ്ദേശിക്കുന്ന പോലെ ഈ പാമ്പ് അത്ര ഉപദ്രവകാരിയല്ല എന്ന് വേണം പറയാൻ. ഇത് നമ്മളെ കടിക്കുന്ന പലപ്പോഴും യാദൃശ്യമായി നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് തോന്നുകയോ അതിൻ്റെ ദേഹത്ത് ചവിട്ടി അതിന് പോകാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കടിക്കുന്നത്. അതല്ലാതെ നമ്മളെ കടിക്കാൻ ഉദ്ദേശിച്ച ഒരു പാമ്പും നമ്മുടെ അടുത്തേക്ക് വരാറില്ല. ഡോക്ടറെ, ഈ വിഷപ്പാമ്പ് കടിച്ചാൽ അത് നമുക്ക് ടെസ്റ്റുകളൊന്നും നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം അങ്ങനെയാ ചിറയൻകീഴിൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയത്. അതിൻ്റെ ലക്ഷണങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വിഷപ്പാമ്പ് കടിച്ചാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന് എന്തെല്ലാം പ്രതിവിധികൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും? വിഷപ്പാമ്പുകൾ നമ്മളിവിടെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ളതാണ്. 1 മൂർഖൻ പാമ്പ്, 2 അണലി, 3 ശംഖുവരയൻ. ശംഖുവരയൻ പാമ്പ്, ശംഖുവരയൻ കടിച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിയും? ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? ശംഖുവരയൻ്റെ വിഷം മൂർഖൻ പാമ്പിൻ്റെ വിഷത്തേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ളതാണ്. ആയതിനാൽ ഈ ശംഖുവരയൻ കടിച്ച അവസരത്തിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പോലും രക്ഷപ്പെടുത്താമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ചികിത്സ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ആൻറ്റിവെനം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നാഡീഞരമ്പിനെ ബാധിക്കുന്ന ഒരവസരത്തിൽ നിയോസ്റ്റിക്മിൻ കൊടുത്തു നോക്കാം. വെന്റിലേറ്ററും ഒരു പക്ഷേ ആവശ്യമായിട്ട് വന്നേക്കാം. പിന്നെ ഷോക്കിലേക്ക് പോയാൽ അതിനുള്ള ചികിത്സ. ഇത്രയൊക്കെയാണ് ഇതിനുള്ള ചികിത്സയുള്ളത്. ഇനി അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ രക്ഷപ്പെടുത്താം എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ആയതിനാൽ ആദ്യത്തെ പ്രൈമറി ചികിത്സ കഴിഞ്ഞിട്ട് ഏറ്റവും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇനി ശംഖുവരയൻ കടിച്ചിട്ട് അതിൻ്റെ കടിച്ച സ്ഥലത്തൊരു പ്രത്യേകതയുണ്ട്. മറ്റ് പാമ്പ് കടിച്ച പോലെയുള്ള കടിച്ച മാർക്ക് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം. ചിലപ്പോൾ ഒരു വര പോലെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാം. ശംഖുവരയൻ്റെ വേറൊരു പ്രത്യേകത, ഇതങ്ങനെ എളുപ്പം കടിക്കത്തില്ല. അതിന് പ്രകോപിച്ച പോലും കടിക്കുക, അത് രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരവസരം മാത്രമേ ഇത് കടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ കടിയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ മൂർഖൻ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി അതിനുള്ള പ്രതിവിധി അത് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഡോക്ടറിൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. മൂർഖൻ പാമ്പ് കടിച്ചാൽ കടിച്ച ഭാഗത്തുള്ള ആ ലക്ഷണങ്ങളും അത് നാഡീഞരമ്പിലേക്ക് പ്രവഹിച്ച് നാഡീഞരമ്പിൽ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വെച്ചാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. കടിച്ച ഭാഗത്തുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വിഷപ്പല്ല്, ഏതാണ്ട് 1/2 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള 2 വിഷപ്പല്ല്. എല്ലായ്പ്പോഴും 2 വിഷപ്പല്ലും കാണണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 1 മാത്രമേ കണ്ടു എന്നും വരാം. ഈ വിഷപ്പല്ലുകൾ അകത്ത് മുറി കയറിയെടുത്ത് നീല തരത്തിലുള്ള രക്തം കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ കടിച്ച സ്ഥലത്ത് നീരും തിണർപ്പും
അതുപോലെ കഠിനമായ വേദനയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇത്രയുമാണ് കടിച്ച സ്ഥലത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇത് കടിച്ച സ്ഥലത്തു നിന്നും നാഡീഞരമ്പ് വഴി മുകളിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് അധികമായ വേദനയോടെയാണ് പ്രവഹിക്കുന്നത്. ഇത് പ്രവഹിച്ച് നാഡീ കേന്ദ്രത്തിൽ എത്തിയാൽ ഇത് നാഡീ കേന്ദ്രത്തെ മുകളിൽ മുതൽ താഴോട്ട് തളർത്തുന്നു. ആദ്യം തളർന്നു പോകുന്നത് കൺപോളയാണ്. അപ്പോൾ കൺപോള അങ്ങ് അടഞ്ഞു പോകുന്നു. അതോടൊപ്പം കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങുന്നു. കാഴ്ച മങ്ങി പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാതെയാവാം. അടുത്തപടി ഇത് ശബ്ദകോശ മസിലിനെയാണ് തളർത്തുന്നത്. അപ്പം ശബ്ദം തീരെ അങ്ങ് പതറി സംസാരം ശേഷിയില്ലാത്ത പോലെ ആകുന്നു. അടുത്തതായി ശ്വാസകോശ മസിലിനെ തളർത്തുന്നു. അപ്പം നമുക്ക് ശ്വാസം അങ്ങ് പതിയെ നിലച്ചു പോകുന്നു, ഹൃദയം ഇടിപ്പ് നീങ്ങുന്നു, അങ്ങനെ ആൾ മരണപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. മൂർഖൻ പാമ്പ് കടിച്ച് അതിൻ്റെ വിഷം കയറി രോഗി ഏതവസ്ഥയിലാണ് എന്നതനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ. ഉദാഹരണത്തിന് പാമ്പ് കടിയേറ്റ ഭാഗത്ത് ശക്തിയായ വേദനയും കടിച്ച കൊണ്ട ഭാഗത്ത് ഇങ്ങനെ നീലനിറത്തിൽ രക്തം കിടക്കുകയും അവിടെ നീരും നിണർപ്പും കൊടുത്തത് അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ആൻറ്റിവിനം സലൈൻ ഡിസോൾവ് ചെയ്ത് ആൻറ്റിവിനം ഡ്രിപ്പ് കൊടുക്കുക. അതാണ് ആദ്യപടി. അതോടൊപ്പം ഈ കടിച്ച ഭാഗത്തു നിന്നും ഈ വിഷം എത്രയും സ്പീഡിൽ ഇത് നാഡീവ്യൂഹത്തെ കേന്ദ്രത്തിലെത്തും. അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ അടുത്തിരുന്നുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത്രയും പെട്ടെന്നാണ് ഇത് നാഡീ കേന്ദ്രത്തിലേക്ക് ബാധിക്കുന്നതും അതിൻ്റെ അടുത്ത സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതായത് അടുത്ത സംഭവം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൺപോള അടഞ്ഞു പോകുന്നു, കാഴ്ച മങ്ങുന്നു, ശബ്ദം പതറുന്നു, ശ്വാസകോശം മത്സ്യത്തിൽ നിലച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷണം കണ്ടാൽ ഈ കോബ്ര കടിച്ചാൽ, മൂർഖൻ പാമ്പ് കടിച്ചാൽ ആൻറ്റിവെനം കൊണ്ട് മാത്രം രക്ഷപ്പെടുത്താമെന്നൊരിക്കലും വിചാരിക്കരുത്. ഈ അവസരത്തിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് പറയുന്നത് നിയോസ്റ്റിക്മിനാണ്. നിയോസ്റ്റിക്മിൻ അട്രോപ്പിനോടുകൂടി ചേർത്ത് IV കൊടുത്ത് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതോടൊപ്പം ഹൈഡ്രോകോർട്ടിസോണ്, IV ഫ്ലൂയിഡ്സ് ഇതെല്ലാം കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഇങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സമയത്ത് ആണ് ഈ പറഞ്ഞ പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൂടി കൊടുക്കേണ്ടി വരും, CPR. അപ്പോൾ CPRും കൊടുത്ത് ഈ നിയോസ്റ്റിക്മിൻ കൊടുത്ത് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനകത്ത് വെന്റിലേറ്റർ സൗകര്യം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇല്ലെങ്കിൽ പോലും സാധാരണ CPR കൊണ്ട് തന്നെ ആളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. തിരുവനന്തപുരത്ത് ഒരു 8 വയസ്സുള്ള കൊച്ച് പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ രക്തം പരിശോധിച്ചു എന്ന് പറയുന്നു. പക്ഷേ മൂർഖൻ പാമ്പ് കടിച്ച പരിശോധനയിൽ രക്തം പരിശോധിച്ചാൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ ആദ്യ ലക്ഷണമായിട്ടാണ് ആ കൊച്ചു പറഞ്ഞത് കണ്ണിന് കാഴ്ച മങ്ങുന്നു, രണ്ടായിട്ട് കാണുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിപ്പോയി. വിഷപ്പാമ്പുകളുണ്ടല്ലോ, അണലി, അതിനെപ്പറ്റി ഒന്ന്, അണലി വിഷം അത് നമുക്കെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതും കൂടെ ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ അണലി കടിച്ച അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ കൊച്ചൊന്ന് കരഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ കിടന്നുറങ്ങും. പിറ്റേന്ന് നോക്കുമ്പം കടിച്ച ഭാഗത്ത് നീരും, ആ നീര് ക്രമേണ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബാധിക്കുന്നതായിട്ടും കാണാം. എന്നാലും ചിലപ്പോൾ പേരൻസ് അതിൻ്റെ അത്ര ഗവനിച്ചില്ലെന്ന് വരാം. പക്ഷേ കുറേ ദിവസം കൂടെ 1-2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മാറുന്നില്ല എന്ന് തോന്നുമ്പം അത് ചിലപ്പോൾ ആശുപത്രിയെ സമീപിക്കും. അപ്പോൾ അങ്ങനെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ രക്തം പരിശോധിച്ച് ക്ലോട്ടിൻ്റെയും നോക്കുന്നു. ക്ലോട്ടിൻ്റെയും കൂടുതലാണ് എങ്കിൽ അതിന് ആൻറ്റിവെനം കൊടുക്കുക. അതോടൊപ്പം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് യൂറിയ, ക്രിയാറ്റിൻ ഇവ പരിശോധിക്കണം. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഇത് കൂടുതലായിട്ട് ക്രിയാറ്റിന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചില കേസിൽ ഡയാലിസിസ് വേണ്ടി വരാം. ഇനി ഒരു കടി കൊണ്ട് നേരിട്ട് ആശുപത്രിക്ക് വരുന്ന കേസാണെങ്കിൽ കടി കൊണ്ട ഭാഗം പട്ടി കടിച്ച പോലെ അത് വലിയൊരു കടി മാർക്കായിരിക്കും. രക്തസ്രാവം കണ്ടമാനം രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ ശക്തിയായ വേദനയും നീരും തിണർപ്പും എല്ലാം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉടനെ രക്തം പരിശോധിക്കുന്നു. അതിൻ്റെ ക്ലോട്ടിൻ്റെയും നോക്കി 10-15 മിനിറ്റ് ആണ് എങ്കിൽ ആൻറ്റിവെനം നോർമൽ സലൈൻ ഡിസോൾവ് ചെയ്ത് കൊടുക്കുന്നു.
ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോട്ടീൻ ടൈം നോക്കിക്കൊണ്ടിരിക്കണം. ഇത് നോർമൽ ആകുന്നത് വരെയും ഈ ആൻറ്റിവെനം കൊടുത്തുകൊണ്ടിരിക്കണം. 5, 6, 7, 8 വയൽ വരെയും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി 15, 20 മുകളിൽ പ്രോട്ടീൻ ടൈം ആണ് എങ്കിൽ ആ കേസിൽ ഒരു കുപ്പി രക്തം കൂടെ കൊടുക്കേണ്ടി വരും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുകയും അതോടൊപ്പം ആൻറ്റിവെനം ഡിസോൾവ് ചെയ്ത് കൊടുത്ത് പ്രോട്ടീൻ ടൈം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് അങ്ങനെ ആ ഒരു അണലി വിഷത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇനി അണലി കടിച്ച വിഷം ഇത് രക്തത്തെയാണ് കൂടുതലധികം ബാധിക്കുന്നത്. രക്തം ശരീരത്തിലുള്ള എല്ലാ രക്തക്കുഴലിലുള്ള രക്തം ചെറിയ ചെറിയ രക്തക്കട്ടകളാക്കി മാറ്റുന്നു. ഇതിനെ പുറന്തള്ളാനായിട്ട് ഇത് കിഡ്നി വഴി എത്തുന്നു. കിഡ്നിയിൽ ഇതിനെ മുഴുവൻ പുറന്തള്ളാൻ സാധിച്ചില്ല എന്ന് വരാം. അങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടന്ന കിഡ്നി ചിലപ്പോൾ പൂർണ്ണമായിട്ട് നിലച്ചു പോകും. അങ്ങനെയുള്ള കേസിൽ ഡയാലിസിസൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ ചില അപൂർവ സാഹചര്യത്തിൽ അണലി കടിക്കുന്നത് നേരിട്ട് ഞരമ്പിലേക്കാണെങ്കിൽ പെട്ടെന്ന് മരണപ്പെടാം. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പേഷ്യൻ്റ് ഷോക്കിലേക്ക് പോകുന്നു, ഛർദ്ദിക്കുന്നു, ജന്നി ഉണ്ടാകുന്നു, വീഴുന്നു, മരിക്കുന്നു. ആ ഷോക്കിലേക്ക് പോകുന്ന ആളിനെ അത്ര അടിയന്തരമായിട്ട് രക്ഷപ്പെടുത്തുക ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ വർഷങ്ങളായിട്ട് ഇങ്ങനെ വിഷചികിത്സയാണ് ഹൈ റേഞ്ചിൽ വന്നതിന് ശേഷം. അപ്പോൾ ഡോക്ടറിന് ഈ കാലയളവിൽ മറക്കാനാവാത്ത, അതായത് പാമ്പ് കടിച്ച് വന്നതിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? 1976 ഞാൻ കോട്ടയം കാരിത്താസിൽ ജോലി ചെയ്യുമായിരുന്നു. അന്നൊരു നൈറ്റ് ഡ്യൂട്ടി ദിവസം കാഷ്വാലിറ്റി സിസ്റ്റർ ഒന്ന് എന്നെ വിളിച്ചു. പാമ്പ് കടിയേറ്റ് ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ ഇറങ്ങി ചെന്നപ്പോൾ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. അദ്ദേഹം എന്നെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കൊർണേലിയസ് എന്ന വിഷാന്തകൻ്റെ മരുമകനാണ്. കോട്ടയം തിരുനക്കര മൈതാനത്ത് പാമ്പിനെ എക്സിബിറ്റ് ചെയ്യായിരുന്നു. ഒരു മൂർഖൻ പാമ്പിനെ എൻ്റെ കയ്യിൽ തലോടിക്കൊണ്ടിരിക്കുമ്പം ഈ പാമ്പ് എന്നെ കടിച്ചു. എനിക്ക് ശരിയായിട്ട് വിഷം കയറിയിട്ടുണ്ട്, ദയവ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സമയം കളയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ സിസ്റ്ററോട് പറഞ്ഞു, പെട്ടെന്ന് ആൻറ്റിവെനം എല്ലാം സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കണ്ണിന് ചെറിയ കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞു. എന്തായാലും പെട്ടെന്ന് കയറി കിടന്നോ എന്ന് പറഞ്ഞു. കയറി കിടന്ന ഉടനെ പറഞ്ഞു, എൻ്റെ കാഴ്ചയെല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ഈ ആൻറ്റിവെനം അത്രയും സ്പീഡിൽ ഡിസോൾവ് ചെയ്തു. അതിൻ്റെ പുറകെ ഉടനെ പറഞ്ഞു, എൻ്റെ ശ്വാസം എനിക്കൊട്ടും കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ ഈ ഡിസോൾവ് ചെയ്ത ആൻറ്റിവെനമായിട്ട് ആളുടെ അടുത്ത് നിന്ന് ഈ ഡിസോൾവ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഇയാളുടെ ശ്വാസം പൂർണ്ണമായിട്ട് നിലയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്ത് ഒപ്പം ഞങ്ങൾ CPR കൊടുത്തുകൊണ്ടിരുന്നു. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ നിയോസ്റ്റിക്മിൻ അട്രോപ്പിനോട് ചേർത്ത് ഇഞ്ചക്ഷൻ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് ഇദ്ദേഹം നോർമലായി. പിറ്റേ ദിവസം അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റി. അപ്പോൾ മൂർഖൻ പാമ്പ് കടിച്ചാൽ ഉണ്ടാകാവുന്ന ആ അതിശീഘ്രമായ അസ്വസ്ഥതയും അതിശീഘ്രമായ കോംപ്ലിക്കേഷൻസും എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് എന്ത് വേണം ചെയ്യാൻ എന്നുള്ളത് കാലേ കൂട്ടി ഇതെല്ലാം കരുതി വെക്കുകയും ചെയ്ത് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വ്യക്തമാണ്. തിരുവനന്തപുരത്ത് ഒരു 8 വയസ്സുള്ള കൊച്ച് പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ രക്തം പരിശോധിച്ചു എന്ന് പറയുന്നു. പക്ഷേ മൂർഖൻ പാമ്പ് കടിച്ച പരിശോധനയിൽ രക്തം പരിശോധിച്ചാൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിൻ്റെ ആദ്യ ലക്ഷണമായിട്ടാണ് ആ കൊച്ചു പറഞ്ഞത്, കണ്ണ് കാഴ്ച മങ്ങുന്നു, 2ആയിട്ട് കാണുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിപ്പോയി. പാമ്പ് കടിച്ചാൽ ആദ്യം വരുന്ന ലക്ഷണമാണ് മൂർഖൻ പാമ്പിൻ്റെ നാഡീവ്യൂഹത്തിൽ ബാധിച്ചു എന്നുള്ള ലക്ഷണമാണ്. ആദ്യത്തെ ലക്ഷണമാണ് കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു, കൺപോളെ അടഞ്ഞു പോകുന്നു. അടുത്തതായിട്ട് ശബ്ദം പതറുന്നു, അത് പതുക്കെ പതിയായിട്ട് ശ്വാസകോശ പുറത്ത് നിൽക്കുന്നു, നിലയ്ക്ക് പോകുന്നു, തുടർന്ന് ഹൃദയമിടിപ്പ് നിൽക്കുന്നു, മരണപ്പെടുന്നു. പാമ്പ് കടിച്ചാൽ ഈ ആൻറ്റിവെനം താലൂക്ക് ഹോസ്പിറ്റലുണ്ടെന്നാണ് ഗവൺമെൻറ് അറിയിപ്പ് നൽകുന്നത്.
ഇത് സാധാരണ ക്ലിനിക്കിലും ആവശ്യമല്ലേ? കാരണം താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും തോറും വൈകുകയും മരണം സംഭവിക്കാൻ ഒക്കെ ഇടയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഈ താലൂക്ക് ഹോസ്പിറ്റലിലെല്ലാം ഇപ്പോൾ ആൻറ്റിബനം സ്റ്റോക്ക് ചെയ്യുന്നു എന്നെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഡിസ്പെൻസറിയിലെത്തുന്ന ഒരു കോബ്ര ബൈറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ വരെ എത്തുക പലപ്പോഴും സാധ്യമല്ല. അതിനു മുമ്പ് തന്നെ രോഗി മരണപ്പെടും. അതുകൊണ്ട് ഡിസ്പെൻസറിയിലും ഇത് ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി വെക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. ഇതിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നാഡീവ്യൂഹത്തെ ബാധിച്ചാൽ പോലും അതിൽ നിയോസ്റ്റിപ്പിനും CPR കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഹൈഡ്രോകോർട്ടിസോൺ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് ഡിസ്പെൻസറിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ICU സൗകര്യം ഇല്ല, വെന്റിലേറ്റർ ഇല്ല. അതുകൊണ്ട് ഈ കോബ്ര ബൈറ്റിനെ ഡിസ്പെൻസറിൽ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതെല്ലാം ഡിസ്പെൻസറിയും ചികിത്സിക്കാവുന്ന രീതിയിലുള്ള സൗകര്യം ഉണ്ടാക്കി വെക്കണം എന്നാണ് എൻ്റെ നിർദ്ദേശം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കടിയെപ്പറ്റിയും കടിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള വ്യക്തമായിട്ടുള്ള അറിവ് ഡോക്ടർമാർക്കും പോരായെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ആദ്യം 8 വയസ്സുള്ള കുട്ടി കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥയിൽ കാഴ്ച മങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സിനും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സ്വകാര്യ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സിനും ഒരു ട്രെയിനിങ് ക്യാമ്പ് ബാച്ചായി അറേഞ്ച് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറിൻ്റെ വിലയേറിയ വാക്കുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഇവിടെയുള്ള ഡോക്ടേഴ്സിന് കൂടുതൽ പ്രചോദനമാകും. സാധാരണക്കാരായ ആളുകൾക്ക് പാമ്പ് കടിച്ചാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻറ്റിവനം ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള യാത്രാ ദുരിതങ്ങളും വണ്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് എല്ലാ ക്ലിനിക്കുകളിലും ഇത് ആൻറ്റിവനം ആവശ്യമാണ്. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇതെങ്ങനെ കൊടുക്കും, ഇതിനൊരു നല്ല ഒരു ട്രെയിനിങ് ഡോക്ടേഴ്സിന് ആവശ്യമാണ്. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഗവൺമെൻറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.